എന്തിന് കൊള്ളേടി? എന്താ പ്രശ്നം? ഡ്രസ് സെൻസ് നാളെ ചെക്കനെ കണ്ടില്ലേ? നല്ലോണം കാര്യം കണ്ട ബെഡ്ഷീറ്റ് ഇട്ട് ഷർട്ട് എടുത്ത് അടിക്കുന്ന ആളല്ലേ? ബെഡ്ഷീറ്റിന് എന്താ പ്രശ്നം? കൊറേ കാലായി ഞാൻ ശ്രമിക്കുന്നു. ഇവിടെ വിചാരം എന്താണ്? ഇനി പറഞ്ഞ നാവ് ഞാൻ പീതെടുക്കും. എന്റെ ഉപ്പച്ചിനെ പറഞ്ഞ ഞാൻ സഹിക്കും, ഇത് ഞാൻ സഹിക്കൂല. സത്യം കേൾക്കുമ്പോ ഏജിനാണ് അങ്ങനെ ചൊറിയാൻ നിക്കുന്നേ. മക്കളെ എന്താണ് പ്രശ്നം? ഉമ്മച്ചേ, നിങ്ങൾ ഇങ്ങോട്ട് മാറി, നിങ്ങൾ ഇടണ്ട കേട്ടിക്കോ. നമ്മളെ ചെവിയാണ് പൊട്ടണേ. ചുറ്റത്തുള്ളവര് മുഴുവൻ നോക്കണേ, കണ്ടില്ലേ? പ്രീതേച്ച് മക്കളോ കൊല കൊലായിന്ന് നോക്കണേ. ഉമ്മച്ചേ, നിവിൻ പോളിയാണോ അതെ ഈ ദുൽഖർ സൽമാനാണോ നല്ല നടൻ? ഇതാ അത്ര വലിയ പ്രശ്നം. രണ്ടെണ്ണത്തിന് എനിക്ക് ഇഷ്ടല്ല. എനിക്ക് ഇഷ്ടം മോഹൻലാലിനെ മമ്മൂട്ടിനെ. ഇത് ന്യൂ ജനറേഷൻ കാലാണ്. എന്ത് കാലായാലും ഓലമായി അഭിനയിക്കാൻ ദുനിയാവിൽ ഇനി ഒരു നടൻ ജനിക്കണം. നിവിൻ ചെയ്യും. അതെ, നിവിൻ ചെയ്യും. ഒലക്ക ചെയ്യും. ദുൽഖറാണ് ചെയ്യാ. ഒലക്ക ചെയ്യും. ജനങ്ങളെ കൂകി വിളിക്കും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്രാവശ്യം ആർക്കടി സംസ്ഥാന അവാർഡ് കിട്ടിയേ? ഇപ്രാവശ്യം ഞങ്ങൾ വിട്ടെന്നാ. ഓ, കഴിഞ്ഞ വർഷം നിവിനല്ലേ ഇന്ന് കിട്ടിയേ? ചാർലിയില് ഒരു സീനിയെ നിവിൻ പോളിനെ കൊണ്ട് പറ്റൂടി. പ്രേമത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ചാലേ പടം 8 നല്ല പൊട്ടി തൂഫാനായി പോകും. ഓ, എന്ന് പോടിയായിരുന്നു. ഈ പോടാ, ഈ ആദ്യം പോടി. ഈ പിന്നെ പോടാ. ഓ, അന്നപ്പ സംഗതി സീരിയസ് ആണില്ലേ? മക്കളെ, നിങ്ങക്ക് നൊസാണോ? ഉമ്മച്ചേ, ഞാൻ ദുൽഖർ ഫാനാ. ഓ, അന്നപ്പ ഈ ദുൽഖറിന്റെ ഫേനാ? ഓന്റെ ഫേനായാലും എന്റെ കൈ കറങ്ങൂലേ റിസ്മോനെ? ഉമ്മച്ചേ, ചളി പറഞ്ഞ സീന് കൊളാക്കല്ലേ. ആ ഫാനല്ല, ആരാധകൻ എന്നാ പറഞ്ഞേ. ഓ, അങ്ങനെയാ. അന്നപ്പോ റസിയ നിവിന്റെ ഫേനായിട്ടില്ലേ? നിവിന്റെ ഫാന്. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. അല്ല അതിനിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി തല്ലൂടി കളിക്കണേ. ഉമ്മച്ചിയെ, നിവിന്റെ കളിയൊക്കെ പിന്നെ ഞാൻ കൈയും കെട്ടി നോക്കി. അഭിനയിക്കാൻ അറിയാത്തവരെ ഞാൻ പിന്നെയും കളിയാക്കും. അയ്യടാ, ഇങ്ങനെ നടക്കുന്നതല്ല അഭിനയോ. ഓ, ഇങ്ങനെ വൃത്തികെട്ട ചിരിച്ചിരിക്കുന്നല്ല അഭിനയം കേട്ടാ. ഓ ചെറുപ്പേ, ഇത് കുറച്ച് മൂത്ത് പോയിക്കണല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുണ്ടാക്കണെന്നാ നമ്മൾ ചോദിക്കണേ. വേഗം സ്ഥലം വിട്ട് രണ്ടെണ്ണം പോയിട്ട് പഠിക്കുമ്പോ ഇജെങ്ങാൻ ആ ചളി പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്വാനെ എന്റെ മൊബൈൽ ഞാൻ കണ്ടത്തിലേക്ക് ഇട്ട് വലിച്ചെന്നാളും. അയ്യോ, എനിക്ക് പാട്ട് കേൾക്കാൻ തോന്നിയ ഞാൻ ഇനിയും പാട്ട് വെക്കും, വേണമെങ്കിൽ പാടുകയും ചെയ്യും. കേൾക്കണോ ഉമ്മച്ചിക്ക്? കേൾക്കണോ? പപ്പ പറയണം വേണ്ടപ്പ, ഇത് സോറി പപ്പ. സുന്ദരി പെണ്ണേ, പാട്ട് മത്സരാണോ? മുത്തോടെ മുത്തു വെച്ച് വളക്കിലുക്കി നല്ല മുത്തോടെ മുത്തു. ഇതെന്തെന്നായത്? എന്ത് ചളിയമ്മച്ചേ? നന്നായില്ല. എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കാൻ നിക്കുന്നത്? അതിനെ നമുക്ക് പറയാനുള്ളത് വെറുപ്പിക്കരുതീനി. ആരാധനൊക്കെ പറ്റും, അത് മറ്റുള്ള ആൾക്കാരെ മേല് കുതിര കയറാനുള്ളതല്ല. പഠിക്കേണ്ട സമയാണ് റസിയ. മര്യാദക്ക് പഠിക്ക. ഇനി എനക്ക് പാട്ട് കേക്കണെങ്കിൽ എന്റെ ചെവിയിൽ വെക്കണ ഒരു കുന്ത്രാണ്ടല്ലേ, അത് വെച്ചിട്ട് പാട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ രണ്ടാക്കും? ഈ റസിയയും ഈ റിസ്വാനും ആണ്, അല്ലാണ്ട് ദുൽഖറും നിവിൻ പോളിയും ഒന്നും അല്ല. ഇനി രണ്ടാൾക്കാരും ഇവിടുന്ന് ചൊറിഞ്ഞാല് നമ്മള് കീരിക്കാടൻ ജോസാവും. സൽബട് 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 കേറി പോടാ.
എന്നോട് ആണോ പറഞ്ഞേ? ഉമ്മച്ചി. റിസ്വാൻ എത്ര നേരം നിന്നെ കാത്തേക്കുന്നത്? എന്താ ചൂട്. അല്ല, റോഡ് മുന്നിലുള്ള ഈ പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത്. അതെന്താ? ബസാറില് അയമുട്ടിക്കാന്റെ പീടിയന്റെ മുകളില് ഒരു റൂമുണ്ട്. കുറെ പഴയ സാധനങ്ങളാണ്. അതൊന്ന് വെടിപ്പാക്കി എടുത്താ ലാവിശായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വാടക കൊടുക്കേണ്ടി വരില്ലേ? 800 രൂപ വാടകയ്ക്ക് തന്നെ ആവും. 800 രൂപ എങ്ങനെ ഒപ്പിക്കും? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഉപ്പച്ചിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റാം. ആ. ഫാൻസ് അസോസിയേഷൻ വിപുലായി കഴിഞ്ഞാല് ക്യാഷ് പല വൈക്കുന്നു വരുമല്ലോ. എന്നാ പിന്നെ ആ റൂം എടുക്കാല്ലേ? ദുൽഖറിന്റെ ഫ്ലക്സ് നാട്ടില് മുഴുവൻ വേണം. നമ്മൾ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയത് എല്ലാരും ഒന്നും ഇങ്ങോട്ട് അറിയട്ടെ. കുറെ പേരെ അസോസിയേഷൻ ചേർക്കണം. അതിന് ഓസിയിൽ ആദ്യം ഫിലിം ടിക്കറ്റ് എടുത്തു കൊടുത്ത് ആളെ ചേർക്കണം. ഓഫ്, ഒന്ന് പച്ച പിടിക്കുന്നവരെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ വേറൊരാളെ സിനിമയെ സമാധാനമായിട്ട് കാണാൻ സമ്മതിക്കരുത്. അതിന് നമ്മളിപ്പോ എന്താ ചെയ്യാ? പടം തുടങ്ങി ഒടുക്കം വരാണ്ട് കൂവണോ? നമ്മൾ ആശാന്റെ പടം വരുമ്പോ എന്ത് വളിപ്പായാലും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അത് ഞങ്ങളേറ്റ്. നമ്മളെ ഈ 3 പേര് പോരാ, കുറേ ആൾക്കാർ ഇനി വേണം. എന്താണൊരു ഗൂഢാലോചന? എന്താണ് ഞങ്ങളെ കൂടെ കൂടുന്നങ്ങള്? കൂടെ കൂടിയാൽ എന്ത് തരൂ? ഫ്രീ ആയിട്ട് സിനിമ ടിക്കറ്റ് തരും. സിനിമ എനിക്ക് പണ്ടേ ഇഷ്ട. സിനിമ കാണാൻ മാത്രല്ല ടിക്കറ്റ്, പിന്നെ ചില സിനിമയ്ക്ക് കൂവി വിളിക്കണം. ഇഷ്ടമല്ലെങ്കിൽ പോവാണ്ടിരുന്നാ പോലെ. വെറുതെ എന്തിനാ കൂവി വിളിക്കുന്നത്? ശത്രുക്കൾ സിനിമയ്ക്ക് നമ്മൾ കൂവി വിളിക്കണം. ആരാ ശത്രുക്കള്? ഞങ്ങളെ ദുൽഖർ സൽമാന്റെ ഫാൻസ് അസോസിയേഷൻ ആൾക്കാരാ. ബാക്കി എല്ലാ സിനിമയും നടന്മാരും ഞങ്ങളെ ശത്രുക്കളാണ്. അതിനെന്നെ കിട്ടില്ല. എന്റെ നടൻ അയാളല്ല. സുശീലേട്ടൻ നടനാരാ? ഞാൻ ആരാധിക്കുന്ന നടനെ പോലൊരാൾ മലയാള സിനിമയിൽ ഇന്നേ വരെ ജനിച്ചിട്ടില്ല മക്കളെ. എന്താ ഒരു പൗരുഷം, ശബ്ദം, അഭിനയം, ധൈര്യം. പുതിയ ആളുകളൊക്കെ ഡ്യൂപ്പിന് വെച്ച് അഭിനയിക്കുമ്പോ ഞങ്ങൾക്ക് ഡ്യൂപ്പേ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ നോക്ക്. എന്നെ അതിന് കിട്ടില്ല. ആരാടാ ഈ അലവലാതി ഷാജി? സത്യം പറയാൻ ഒരു മുതല കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലളഞ്ഞവളെ. മനുഷ്യനാണ്ടത് വെറുതെ വായിട്ടലച്ച മിച്ചം. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കുറച്ച് ആൾക്കാരെ അടിയണം. റസിയനെ കിട്ടൂലേ ഇതിന്? ഓളാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രു. ഓളി നിവിൻ പോളിന്റെ ഫാനാ. പറഞ്ഞപ്പോഴാ ഓർത്തെ പൊരയിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ വേടാ പോ. നിന്റെ ഫോട്ടോന്റെ മേലെ ഞാൻ ഒട്ടിച്ചതിന്റെ മേലെ ഒട്ടിച്ചാൽ റിസ്വാനെ പ്രശ്നാവേ. പകുതി സ്ഥലം എന്റേതാണ്, വെറുതെ മൽപ്പെട്ട് നിൽക്കണ്ട. ആദ്യം ഞാൻ നിന്നോട് ഒട്ടിച്ച് വിടടാ. എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ ഒട്ടിക്കേടി. തുടങ്ങിയല്ലോ രണ്ടെണ്ണം കൂടിയോ? ഉമ്മച്ചേ, ഞാൻ ഒട്ടിച്ച റിസ്വാൻ കീറാൻ നോക്കി. ഉമ്മച്ചെ, പകുതി സ്ഥലം എന്റേതാണ്. ഓള് ഡയലോഗ് അടിക്കാ. കൊഞ്ച മോനെ, പൗതിയല്ല മുഴുവനായിട്ട് നിങ്ങളാട്ട് എടുത്തോളി. ഇഞ്ചേ മുസക്കായിന്റെ കാലങ്ങോട്ട് കയ്യേട്ടെ. കാലൊന്നും കഴിയണ്ട. അതാ ആ ഫോട്ടോ ഒന്ന് മാറ്റിയാ മതി. അല്ലോ, അത് നമ്മള് ഫോട്ടോ അല്ലേ? അതെന്റെ ഉപ്പയും ഉമ്മയും അധികം ഓർക്കണോ? ഓ, ഉപ്പച്ചിയും ഉമ്മച്ചിയും ഇവിടെ തന്നെ ഉണ്ടാവൂലേ, അതുകൊണ്ട് മാറ്റിക്കോന്ന്. ഫോട്ടോ മാറ്റി ഞങ്ങൾ അടി തീരുവോ? തീരുവോ? എന്നാ ഇങ്ങെടുത്തോ. ആ, ഞാൻ എവിടെയും കൊണ്ടുപോയി തൂക്കിട്ടോളാം. ഇങ്ങോട്ട് ഇപ്പൊ സ്ഥലം കിട്ടിയില്ല അങ്ക്? ഒപ്പിക്കാം. ഇനി എന്റെ സ്ഥലത്തേക്ക് കയറാൻ നിൽക്കരുത്. ഇനിയിപ്പൊ സിൽമാനന്റെ നടിന്റെ മാതിരി എല്ലാം തന്നിട്ട് ഇന്നെ മൂസക്കായിനെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്താക്കൂ. എന്നെ സപ്പോർട്ട് ചെയ്ത ഉമ്മച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ ഭാഗത്താണ്. ഇതാ ഉപ്പച്ചി ഇവിടെ എല്ലാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ എന്നോട് തല്ലുണ്ടാക്കരുത് കേട്ടോ. അല്ല, ഉപ്പച്ചിയുടെ പോയി. അന്നപ്പോ അതും കൂടി എനിക്ക് ഓർമ്മല്ലേ. 2 ദിവസമായി ഉപ്പച്ചി ഇവിടുന്ന് പോയിട്ട് പോക്കേർക്കായി ആസ്പത്രിയിലാണ്. ഓ, ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉമ്മച്ചി. സോറി. 4 നേരം മിണുങ്ങാനുള്ളത് തന്നി അന്ന് എത്രയും പോറ്റി വളർത്തി എന്റെ ഉപ്പനെ ഈ മറന്നു ഇല്ലേ? അല്ലോ, പറഞ്ഞോണ്ട് തന്നെ ഉപ്പച്ചിനെ കാണില്ലേലോ. ഉമ്മച്ചേ, ഇമാര് സെന്റിമെന്റൽ ഡയലോഗ് അടിക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്.
ഉമ്മച്ചി ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ ഒറ്റ കൊടിച്ച് ഒരു സഹായിച്ച മക്കള് നമ്മളോട് ചെയ്യണം. എന്തി തമ്മച്ചി ആ അടുക്കളയിൽ ഒട്ടിക്കുന്ന ഒന്നും ഇവായി തരണം. സാധനങ്ങൾ വെക്കാനും കൂടി അവിടെ സ്ഥലമല്ല അടുക്കുക. ഉമ്മർത്ത് പ്രശ്നമില്ലല്ലോ. ഇല്ല. ആ ഉമ്മർത്ത് വലതു ഭാഗം ഞാൻ ബുക്ക് ചെയ്താ. പിന്നെ ഇയാണ്ട് ബുക്ക് ചെയ്താ ഞാൻ അവിടെ ഒട്ടിക്കാൻ ആ, കാണിച്ചു തരാം. പിന്നെ നമുക്ക് കാണാൻ ആ, ഇതിന്റെ ഭാഗം. ഒട്ടിക്കാൻ നടക്കുന്നത് ഇതാ റിസ്വാനെ വിളിക്ക് കൊണ്ടുവന്നത്. ഈച്ചകൾ കൊണ്ട് എന്തൊരു തൊന്തരവാണ്. ലുക്കുള്ളവനൊക്കെ എന്താണെങ്കിലും പുറത്തയക്കണ്. വേറൊരു കുറെ നോക്കിക്കോളി നിങ്ങള്. ഈ രണ്ട് ഹംകള് മറ്റൊരു പോയി ഓ ഇവിടെ എല്ലാം അതിനപ്പ കച്ചറുണ്ടാക്കിയത്. ഈ രണ്ട് വലാലുകൾ കാരണം ഇവിടെ ഒരു സ്വൈര്യമില്ല. തിരിക്കൂ. എന്റെ ആകുമ്പോട്ടാ ഞാൻ ഇന്നേ നോക്കി നടക്കുവേനു. ഞമ്മള് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലേനി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അത് പറ്റി ഞാൻ അറിയില്ല. കുഴപ്പം ഞമ്മക്കല്ല ഓക്കർക്കാ വലിവ് കൂടി. ഓ ഇങ്ങനെ പോലെ ഞാനും അടുത്ത ഹോസ്പിറ്റലിൽ കിടക്കും. അതിന് പറ്റി എനക്ക് ആ കൂടി വരുമാനം കിട്ടുന്ന ബിസിനസ് എന്താന്ന് മൂസക്കറിയാലോ. ആ നിങ്ങൾ സിനിമ തിയേറ്റർ അല്ലേ? ആ അതാകെ പ്രശ്നമായി കിടക്കുക. അതിന്റെ പറ്റി ഇപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ ആള് വരുന്നില്ല. നല്ല പടം വരേറ്റേക്ക് അമ്പോട്ടാ. പടയിലായിട്ടൊന്നല്ല, പിന്നെ പടം സ്വൈരായിട്ട് കാണുവാൻ ആളുകളെ സമ്മതിക്കുന്നില്ല. ആരാ പ്രശ്നം ഉണ്ടാക്കണേ? കൊറേ ഫാൻസാറ് കീറുക്കന്മാറ് കൂകിവിളി കയ്യടി കടലാസ് കീറി എറിയര് ഒന്നും പറയാണ്ട് ഒരൊറ്റ ഡയലോഗ് കേൾക്കുവാൻ ആളുകളെ സമ്മതിക്കൂല. ഫാമിലി ആയിട്ട് സിനിമ ഇരുന്ന് കാണാൻ സമ്മതിക്കൂല. അവർക്ക് ഇഷ്ടമില്ലാത്ത നടന്മാരാ വരുന്നെങ്കിൽ കൂകി വിളിക്കുക. അടിച്ചു ഓടിക്കണം നായിട്ടുള്ള. അതിന് മുമ്പേ ഒന്ന് പറയാന്ന് വെച്ചിട്ട് വന്നാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒന്നും അല്ലായിക്കൊണ്ട നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോളി. മൂസക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന് നിങ്ങൾ എന്നോട് ചോദിക്കണേ? ഞമ്മക്കൊരു പ്രശ്നമില്ല. ഇന്റെ മോൻ റിസ്വാന അല്ലാത്ത നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാ. റിസ്വാനോ? അപ്പൊ ഇഞ്ഞൊന്നും അറിഞ്ഞില്ലല്ലേ? അല്ല ഞമ്മളൊരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാ. നിങ്ങൾ പേടിക്കണ്ട, റിസ്വാന്റെ കാര്യം ഞമ്മളേറ്റ്. വളരെ ഉപകാരം. ഇഞ്ഞാൻ മോനെ ബാപ്പാ. അപ്പൊ അതെങ്ങനെ കഴിച്ചലായി? സ്വന്തം മക്കളെ നേരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പ നിറഞ്ഞ് നടക്കണ എന്തിനാ? റിസ്വാനെ അന്റെ പാല് നേരാക്കാൻ പറ്റുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. ഓരോരോ ഭ്രാന്തുണ്ടായിക്കോളും ചെക്കന്മാര്. അതെ ഈ സൂക്കടപ്പിളെ തുടങ്ങിയേ. ഒന്നും പറയണ്ട മൂസക്കായേ, രണ്ടും കൂടി ദിവസവും അടിയ. ജിങ്ങനെ നോക്കി നിന്നിട്ടല്ലേ? ഞാൻ പിന്നെ എന്താക്കാനാ? എന്നെ കൊണ്ടുപോലെ നിയന്ത്രിക്കാനോ ഒന്നും പറ്റൂല. ഇന്നത്തോടെ ഓരോ രണ്ടാളെ പിരാന്തും ഞാൻ മാറ്റിത്തരാം. TV തുറന്നാണ്ടല്ലോ അന്നപ്പ തൊടുങ്ങും. റിസ്മോൻ കാണുന്ന റസിയക്ക് കാണാൻ പറ്റൂല, റസിയ കാണുന്ന റിസ്മോന് കാണാൻ പറ്റൂല. പിന്നെ റിമോട്ടിന് മാണ്ടിയിട്ടുള്ള തല്ലും പിടിയും. റിസ്വാന് ഓന്റെ നടന്റെ പാട്ട് വെക്കണം, റസിയക്ക് ഓളെ നടന്റെ പാട്ട് വെക്കണം. അല്ല അന്നപ്പോ ഇജ്ജ് എന്താക്കൂ? ഞാൻ എന്താക്കാനാ? ഞാൻ ചെവിയിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ അടുക്കൂ. ഇനി അഥവാ അതിന്റെ അടുക്കങ്ങാൻ ഇടപെട്ടാൽ ഇഞ്ച മയ്യത്തെടുക്കാൻ നിൽക്കും രണ്ടും കൂടി. ഇജ്ജ് പേടിക്കണ്ട. ഈ താരാര ഈ താരാര താര ഈ താരാര താരാരാരാധന. അങ്ങനെ ഇന്നത്തോടെ അന്നത്തോടെ നിർത്തണം. ആ. എന്തെത്തും കോലബർക്കൊക്കെ പണ്ടത്തെ നടന്മാർക്കൊക്കെ എന്ത് ചേലേനി താരങ്ങള്. ഹലോ ഹലോ, ആരുമില്ല ഇവിടെ? ഇവിടെ ആരുമില്ലേ? ആളുണ്ട് ആളുണ്ട്. അല്ല നിങ്ങൾ ആരാണി? എന്താണി? ഞാൻ റിസ്വാന്റെ റസിയാന്റെ കോളേജിലെ മാഷ. പേര് ശശാങ്കൻ. നമസ്കാരം. അപ്പൊ ശശിമാഷി അല്ലല്ല, ശശിമാഷ് എന്ന് പറയുന്നത് വേറെ ആളാ. എന്റെ പേര് ശശാങ്കൻ. ആ സോഷ്യലിന്റെ മാഷില്ലേ? അല്ല, കണക്ക്. ആ കണക്ക് എന്നാ കേറി കുത്തിരിക്കി. ഇല്ലല്ല, കേറി ഇരിക്കുന്നില്ല. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാനൊരു കാര്യം പറയാൻ വന്നാ. റിസ്മോന്റെ മാസ് വന്നിക്കണേ. ആ, നിങ്ങൾ റിസ്വാനെ റസിനെ കോളേജിൽ അയക്കുന്ന എന്തിനാ? പഠിക്കാനാണല്ലോ. എന്നാ ഓല് വരുന്നേ പഠിക്കാനല്ല. കോളേജില് സയൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, വിമൻസ് ക്ലബ്ബ് ഇതെല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഇവരൊരു ക്ലബ്ബ് തുടങ്ങിയിരിക്കുക, ഫാൻസ് ക്ലബ്ബ്. പഠിച്ചോനെ ഓരോ ആദ്യം തുടങ്ങിയോ? അത് മാത്രല്ല, മിക്ക വെള്ളിയാഴ്ച അവര് ക്ലാസ്സിൽ ആബ്സെന്റാ. അതിപ്പോ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോണേക്കും മാസേ. അത് നിങ്ങൾ വിചാരിക്കണല്ലേ? പള്ളിക്കല്ല പോണത്, സിനിമക്കാ. അതും അവർ ഒറ്റക്കല്ല പോണത്, കുറെ ഫാൻസുകാരും ഉണ്ട് കൂടെ. ക്ലാസ് മുഴുവൻ കാലിയാവും. പിന്നെ നമ്മളായിരിക്കാ ക്ലാസ് എടുക്കുക? അല്ല ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല മാഷേ. അത് പറയാനാ നമ്മൾ നേരിട്ട് വന്നത്. ഇങ്ങനെ പോയാലേ വെള്ളിയാഴ്ച കോളേജിന് അവധി കൊടുക്കേണ്ടി വരും. മാഷിപ്പോ പോയിക്കോളി, ഓനെ കൊണ്ട് ഇനി ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ആ
പഠിക്കാനല്ലാണ്ട് ഒരു രണ്ടാളും സ്കൂളിലേക്ക് വരികയില്ല. എന്നാ പിന്നെ അതാ നല്ലത് മൂസ. ശരി എന്നാ. അല്ല മത്സ്യങ്ങൾ ചായ കുടിക്കാണ്ട് പോയാല് വേണ്ട വേണ്ട, ഞാൻ പോവാ. ശരി. ഓ എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്ത പിടിയും കിട്ടണില്ല നമുക്ക്. ഇനി ഒന്നും ചെയ്യണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. അത് ഞാൻ ചെയ്തു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ രണ്ടിനും സിനിമാ പ്രാന്ത് തുടങ്ങിക്ക. ആലുവപ്പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം ചൊല്ലി ചൊല്ലി പേടി വന്നൊരു മാർഗഴിക്കാറ്റേ. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായ്, ഉമ്മച്ചി ചുട്ടത് റിസ്മോനുക്കായ്, ഉമ്മച്ചി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. കൊറേ നേരായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒന്നുമില്ലേ തിന്നേ? എന്താണ് കുമ്മ ഇവിടെ ഉണ്ട്? ഉമ്മച്ചിയെ വിശക്കുന്നുണ്ട്. ആണോ? ഇന്നിവിടെ ഇല്ല. ഇല്ല. എന്താ? അന്ന് മാത്രല്ല ഇനി മുതൽ ഇവിടെ ഒന്നുമില്ല. ഉപ്പച്ചിയെ തമാശ പറയല്ലേ? കഷ്ടപ്പെട്ട് നിങ്ങളെ പോറ്റി വളർത്തുന്ന പരിപാടി ഉപ്പ നിർത്തി. എന്താ ഉപ്പച്ചിയെ? ഇത്രയും കാലം പോറ്റി വളർത്തിയതിന്റെ കൂലി ഞമ്മക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ. അല്ല എന്താ പ്രശ്നം? അല്ല നിങ്ങൾ രണ്ടാളും കോളേജിൽ പോണത് പഠിക്കാനാണോ അല്ല സിനിമ കാണാനാണോ? സിനിമ കണ്ട എന്താ പ്രശ്നം? സിനിമ ഒരു കലയല്ലേ? ഓ എടോ ഞമ്മളും കുറെ സിനിമ കണ്ടതാ, ഇപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങള് കണ്ട് റിസ്വാനെ, റസിയ, നടന്മാരല്ല പ്രധാനം, ഓര് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് പ്രധാനം. അവിടെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത്. സത്യനും നസീറും മോഹൻലാലും മമ്മൂട്ടിയും ഇവരൊക്കെ ചെയ്ത സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഓരോടുള്ള ആരാധന കൊണ്ടല്ല, ഓര് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. ആയിക്കോട്ടെ, വിശക്കുന്നുണ്ട്, ഫുഡ് തരി. നല്ല സിനിമയെ ഇഷ്ടപ്പെടാതെ സിനിമാ നടന്മാരെ ആരാധിച്ച് നടക്കുന്ന പരിപാടി നല്ലതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പിന്നിൽ നടക്കുന്ന എല്ലാ കഥകേടും ഇന്നത്തോടെ നിർത്തിയാൽ നിങ്ങൾക്ക് ഫുഡ് തരും. ഞാൻ നിർത്തിപ്പിച്ചേ. ഉമ്മച്ചേ ഫുഡ് തരി, വിശക്കുന്നു, തല ചുറ്റുന്നു. എനിക്ക് ഫുഡ് വേണ്ട. ഇഷ്ടമുള്ള നടനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആരാധന വേണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. പിന്നെ അമിതമായ ആരാധന വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും മറന്നുപോയത്. പിന്നെ അത് പോസ്റ്റർ ഒട്ടിക്കാൻ സ്ഥലമില്ലാത്തോണ്ട് സോറി ഉപ്പച്ചിയെ. നിങ്ങള് മറന്നാലും നിങ്ങളെ നമ്മക്ക് പറക്കാൻ പറ്റൂ. വഴി തെറ്റുമ്പോ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്ടക്കാൻ പറ്റുമോ? അതുവോ വയറ് നിറയെ രണ്ടാക്കി എടുത്ത് കൊടുക്ക്, തിന്നട്ടെ. അവിടെ ഇരിക്കും. തിന്നോ, എല്ലിന്റെ അടുക്ക് കുത്തോളം തിന്നോ. തിന്നി ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാനുള്ള ശക്തി വേണ്ടേ രണ്ടാക്കൂ? സിനിമകളിൽ ചെന്ന് കൂമ്പേ നിങ്ങക്ക് സീനുണ്ടായിരുന്നു. തിന്നോ 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 തിന്നോ. എന്തേത്താ പഠിച്ചിക്കണേ? തിന്നി ഇതൊക്കെ വേണ്ട. തിന്നി. ഒരുമാതിരി ഫുള്ള് പരിപാടിയായി പോയി. അടിപൊളിയല്ലേ? അത് കലക്കി. നമ്മളിപ്പോ നിങ്ങളെ ഫാൻ ആയിക്കണോന്നാ സംശയം. ഒന്ന് പോടി.